പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണത്തിൻ്റെ ഗദ്യം രാമനിലൂടെയുള്ള യാത്ര നാം തുടരുകയാണ്. മക്കളില്ലാത്ത ദശരഥ മഹാരാജാവിന് 4 മക്കൾ ജനിച്ചു. കോസല രാജ്യവും അയോധ്യയുമെല്ലാം തന്നെ ആനന്ദ നിർവൃതിയിൽ ആറാടി. എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. 4 മക്കൾ, 4 ആൺമക്കൾ, മഹായോഗ്യരായ അതീവ സുന്ദരന്മാരായ 4 മക്കൾ ജനിച്ചത് ദശരഥ മഹാരാജാവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്കുമെല്ലാം വളരെ വലിയ സന്തോഷത്തെ സമ്മാനിച്ചു. യഥാവിധി മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് നൽകേണ്ട സകല പാഠങ്ങളും രാജാവും ഗുരുക്കന്മാരും പഠിപ്പിച്ചു തുടങ്ങി. 4 പേരും അസ്ത്രശസ്ത്രവിദ്യയിലും വേദപഠനത്തിലുമെല്ലാം അഗ്രഗണ്യന്മാരായി തീർന്നു. അവർ വളരാൻ തുടങ്ങി. വളർന്ന് കൗമാരപ്രായമെത്തി അവർ പയ്യെ യുവത്വത്തിലേക്ക് കടക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്ര മഹർഷി വന്നു. വിശ്വാമിത്ര മഹർഷി തപസ്സിന്റെ ശക്തി കൊണ്ട് അജയ്യനായി തീർന്ന മഹർഷിയാണ്. അദ്ദേഹം ക്ഷത്രിയൻ കൂടിയായിരുന്നു. വിശ്വാമിത്ര മഹർഷിയെ യഥാവിധി സ്വീകരിച്ചിരുത്തി. മഹർഷിയോട് ചോദിച്ചു, അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്തായിരുന്നു? മഹർഷി വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ പറയും. പൊതുവെ നമ്മൾ ഒരാളിൽ നിന്നും ഒരു കാര്യം സാധിക്കണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യം 10 മിനിറ്റിലൂടെ വളച്ചൊടിച്ചു പറയുന്ന സ്വഭാവം നമ്മളിൽ സമാജത്തിൽ പലർക്കും ഉള്ളതായി കാണാം. എന്നാൽ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഒരു തത്വചിന്ത പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മധുരമായ ഭാഷയിൽ പറയേണ്ട സമയത്ത് ചുരുങ്ങിയ വാക്കുകളിൽ പറയുക. ഇതാണ് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ വരും. കാരണം അങ്ങനെ കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതിനോട് താല്പര്യമുണ്ടായി എന്ന് വരില്ല. മഹർഷി നേരിട്ട് കാര്യം പറഞ്ഞു. ഞാനൊരു യാഗം നടത്തുകയാണ്. മഹർഷി സമൂഹം ഒരു യാഗം നടത്തുകയാണ് കാട്ടിൻ്റെ അരികിൽ. ഈ സമയത്ത് ഈ യാഗത്തെ മുടക്കുവാൻ മാരീചൻ, സുബാഹു എന്നൊക്കെ പറയുന്ന വലിയ രാക്ഷസന്മാർ വരുന്നു. ഇവരെല്ലാവരും രാവണന്റെ കിങ്കരന്മാരാണ്. രാവണൻ എന്ന് പറയുന്ന അതിഭയങ്കരനായ രാക്ഷസന്റെ കിങ്കരന്മാരായ രാക്ഷസ പട വന്നിട്ട് യാഗം നടത്തുവാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. വിശ്വാമിത്ര മഹർഷി അസ്ത്രശസ്ത്രവിദ്യയിലെല്ലാം അതിഗംഭീരമാണ്. അദ്ദേഹത്തിന് അറിയാത്ത അസ്ത്രവിദ്യകളൊന്നുമില്ല. എങ്കിൽ ഈ അസുരന്മാരെ മഹർഷിക്ക് നേരിട്ടാൻ കൊന്നൂടെ എന്ന് ചോദിക്കും. ഇവിടെയാണ് ഓരോരുത്തരും ചെയ്യേണ്ട ധർമ്മത്തെക്കുറിച്ച് നമ്മുടെ രാമായണത്തിൻ്റെ ആ രാഷ്ട്രബോധത്തെക്കുറിച്ച് പറയുന്നത്. ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കേണ്ടത് ആരാണ്? ജനക്കൂട്ടമല്ല, അത് ഭരണകൂടമാണ്. രാജ്യം ഭരിക്കുന്നത് വിശ്വാമിത്രനല്ല. രാജ്യം ഭരിക്കുന്നത്, കോസല രാജ്യം ഭരിക്കുന്നത് ആ മഹാചക്രവർത്തിയായ ദശരഥനാണ്. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും ശിക്ഷ നടപ്പിലാക്കേണ്ടതും ധർമ്മത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ നിലക്ക് നിർത്തേണ്ടതുമെല്ലാം രാജാവാണ്. അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. വിശ്വാമിത്ര മഹർഷിക്ക് ഈ രാക്ഷസന്മാരെ മുഴുവൻ കൊല്ലുവാനും ആ യാഗം നടത്തുവാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇത് നടപ്പിൽ വരുത്തേണ്ടത് രാജാവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരത്തിൽ വന്നു. നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ ആരെയെല്ലാം കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അതതായതികൾ എന്നാണ് അവർക്ക് നൽകിയ പേര്. ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നവൻ, സ്ത്രീകളെ മാനഭംഗം ചെയ്യുന്നവൻ, വീടിന് തീ വെക്കുന്നവൻ, ആയുധവുമായിട്ട് നമ്മളെ കൊല്ലാൻ വരുന്നവൻ, ഇവരെല്ലാം അതതായതികളാണ്. അവരെ കൊല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മുടെ വീട്ടിനുള്ളിലേക്ക് ആയുധവുമായിട്ട് നമ്മളെ ഒരുത്തൻ കൊല്ലാൻ വന്നാൽ അവൻ നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് അവനെ കൊല്ലുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരാൾ വിഷം കലർത്തി നമ്മൾ കുടുംബത്തോടൊപ്പം മരിച്ചു പോകും. ആ വിഷം കലർത്തിയത് കണ്ടെത്തിയാൽ നമുക്ക് അവരെ കൊല്ലാൻ കഴിയണം. നമുക്ക് എന്ന് പറയുമ്പോൾ ഇതാരാണ് കൊല്ലേണ്ടത്? നമ്മളല്ല കൊല്ലേണ്ടത്, മറിച്ച് രാജാവാണ്. അപ്പൊ മേൽപ്പറഞ്ഞ ചോദ്യമുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ മുറിയിലേക്ക് നമ്മളെ കൊല്ലുവാൻ ഒരാൾ ഓടിയെടുക്കുമ്പോൾ രാജാവിനെ വിളിക്കാനാണോ ചെയ്യേണ്ടത്?
അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന പോലീസിനെ വിളിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊന്നും നമുക്ക് സമയം കിട്ടില്ല. അവിടെയാണ് നാം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നാം ജീവിച്ചിരിക്കണം. ശരീരമാദ്യം ഗലു ധർമ്മ സാധനം. ധർമ്മം സംരക്ഷിക്കപ്പെടുന്നത് ഈ ശരീരം കൊണ്ടാണ്. അതുകൊണ്ട് ഈ ശരീരം ബാക്കിയാവണം. ശരീരം ബാക്കിയാകണമെങ്കിൽ അവിടെ ആപദ്ധർമ്മം എന്താണോ അത് നാം ചെയ്തിരിക്കണം, തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇത് ആപദ്ധർമ്മമാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റപ്പെടുന്ന ഭരണഘടനാ ഭേദഗതികളാണ്. എന്നാൽ വിശ്വാമിത്ര മഹർഷി രാമനെയും അയോധ്യയെയും ദശരഥനെയും തേടി വന്നതിന്റെ കാരണം അദ്ദേഹം രാജാവല്ല എന്നതുകൊണ്ട്. അങ്ങനെ പറഞ്ഞു, എനിക്കാവശ്യം നിങ്ങളുടെ മകൻ രാമനെയാണ്. രാമന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. രാമന് ഈ രാക്ഷസവർഗത്തെ മുഴുവൻ നിഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് യാഗം നടത്തുവാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുവാൻ രാമനെ കൊണ്ട് സാധ്യമാണ്. അതുകൊണ്ട് അങ്ങ് എൻ്റെ കൂടെ രാമനെ അയക്കുക. വിറങ്ങലിച്ചു പോയി ദശരഥ മഹാരാജാവ്. അദ്ദേഹം വിറച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ രാമൻ ഒരു യുദ്ധത്തിനും ഇതിനു മുമ്പ് പോയിട്ടില്ല. അവൻ ആരെയും കൊന്നിട്ടില്ല. അവന് യുദ്ധം ചെയ്ത് പരിശീലനമില്ല. അവന്റെ അസ്ത്രശസ്ത്രവിദ്യകൾ പഠിച്ചു കഴിഞ്ഞതേയുള്ളൂ. അതുകൊണ്ട് ഞാനും ഈ രാജ്യത്തിന്റെ മഹാസൈന്യവും അങ്ങയുടെ കൂടെ വരാം. എന്നിട്ട് ഞങ്ങൾ കാവൽ നിൽക്കും അങ്ങയ്ക്ക് വേണ്ടി. വിശ്വാമിത്ര മഹർഷി കോപിച്ചു. മഹർഷി ദേഷ്യപ്പെട്ടു. മഹർഷി പറഞ്ഞു, എനിക്ക് അങ്ങയെയും സൈന്യത്തെയും ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് രാമനെയാണ്. രാമനിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് രാമൻ എൻ്റെ കൂടെ വിടൂ. എന്തെന്നില്ലാത്ത അവസ്ഥയിൽ ആയിപ്പോയി ദശരഥ മഹാരാജാവ്. മഹർഷിയോട് എതിർത്തു പറയാൻ സാധ്യമല്ല. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഭാരതം എന്നും ആരാധിച്ചത് കോടീശ്വരന്മാരെ ആയിരുന്നില്ല. 50-100 രൂപ വില വരുന്ന കാഷായ വസ്ത്രം ധരിച്ച സന്യാസിമാരെ കണ്ടാൽ നാം അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇപ്പൊ മുകേഷ് അംബാനി വന്നു എൻ്റെ മുന്നിൽ, ചിദാനന്ദപുരി സ്വാമികളും വന്നു. ആരുടെ മുന്നിലാണ് നമ്മൾ നമസ്കരിക്കുക? ഈ സനാതന ധർമ്മ പാഠശാലയിലെ സജ്ജനങ്ങളായ നമ്മൾ ആരുടെ മുന്നിൽ നമസ്കരിക്കും? 1.5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള അംബാനിയുടെ കാല് നമ്മളാരും പിടിക്കില്ല. എന്നാൽ ചിദാനന്ദപുരി സ്വാമികളുടെ കാല് പിടിക്കും നമ്മൾ. സന്യാസിമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചാലേ പല അവസരങ്ങളും നമ്മൾ ദക്ഷിണ അങ്ങോട്ടാണ് കൊടുക്കുക. പാദങ്ങളിൽ നമസ്കരിക്കണം, ദക്ഷിണ അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ടും നാം സന്യാസ സമൂഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തിൽ പാദപൂജ നടത്തിയത് കാഷായ വസ്ത്രധാരികളായ സന്യാസിമാരുടെയും മഹർഷിമാരുടെയും പാദങ്ങളിലായിരുന്നു എന്നറിയുക. ഈ ആദരവ് സന്യാസ സമൂഹത്തിന് കിട്ടുന്നത് കൊണ്ട് തന്നെ പല വ്യാജന്മാരും കാഷായ വസ്ത്രത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഡ്യൂപ്ലിക്കേറ്റ് സ്വാമിമാരുണ്ട്. നമുക്ക് അവരെങ്ങനെ തിരിച്ചറിയാം? ഒരാൾ കാഷായ വസ്ത്രം ധരിച്ച് മുന്നിൽ വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കും. ഒരു മനുഷ്യൻ നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കുവാൻ നമുക്കൊരു വഴിയുമില്ല. ഉത്തരേന്ത്യയിലെ തമാശ രൂപത്തിലുള്ളൊരു കഥ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ കഥ ഇങ്ങനെയായിരുന്നു. മോഷണ ശ്രമത്തിനിടയിൽ ഒരു കള്ളൻ ഓടി. നാട്ടുകാര് പിന്നാലെ ഓടി 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 അവനൊരു സ്ഥലത്തെത്തിയപ്പോ അവന്റെ കയ്യിൽ യാദൃച്ഛികമായിട്ട് ഒരു കാഷായ വസ്ത്രം കുടുങ്ങി. അവൻ തന്റെ വസ്ത്രം ഊരി മാറ്റിയിട്ട് ഇത് പെട്ടെന്ന് ശരീരത്തിൽ പുതച്ചു. കയ്യിൽ അവിടുന്ന് കിട്ടിയ കുറച്ച് വെണ്ണീരെടുത്ത് നെറ്റിയിൽ തൊട്ടു. എന്നിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. നാട്ടുകാർ പല ഭാഗത്തുനിന്നും ഓടിക്കൂടുന്നു, കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട്. പോന്ന വഴിയിൽ കള്ളനെ പിടിക്കാനുള്ള പോന്ന വഴിയിൽ പോലും ഇവർ ഈ സന്യാസിയെ കണ്ടപ്പോ കാലുതൊട്ട് നമസ്കരിച്ചു. സ്വാമി, ഒരു കള്ളനെ പിടിക്കാനുണ്ട്, അങ്ങേ പരിചരിക്കുവാൻ ഞങ്ങൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കള്ളനെ കിട്ടിയില്ല. പക്ഷേ അപ്പോഴേക്കും ഗ്രാമവാസികളെല്ലാം സ്വാമിക്ക് ചുറ്റും കൂടി. അങ്ങ് എവിടുന്നാണ് വരുന്നത്? പഴങ്ങള്, ഭക്ഷണങ്ങള്, ദക്ഷിണകള് എല്ലാം ഈ കള്ളൻ താൽക്കാലിക രൂപഭേദം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തെ സന്യാസി എന്ന് ധരിച്ച് ആ ഗ്രാമം മുഴുവൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ പൂജ നടത്തിയപ്പോ ഈ കള്ളന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആവലാതി ഉണ്ടായി. ഞാനൊരു കാഷായ വസ്ത്രം ധരിച്ചപ്പോഴേക്കും ഈ സമാജം മുഴുവൻ എൻ്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചുവെങ്കിൽ എനിക്കൊരു യഥാർത്ഥ സന്യാസിയാവണം. അങ്ങനെ അദ്ദേഹം ശരിയായ സന്യാസപാത തിരഞ്ഞെടുത്തു എന്ന് ഒരു കഥ. ആ സംഭവം ഉള്ളതാണോ അല്ലാത്തതാണോ എന്നറിയില്ല. എങ്കിൽ കൂടി അതിലൊരു തത്വമുണ്ട്. ഭാരതം ആരാധിച്ചത് എന്നും കാഷായ വസ്ത്രധാരികളായ സന്യാസ സമൂഹത്തെ ആയിരുന്നു എന്നറിയുക. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളെ ഒരിക്കലും ഭാരതം നിഷേധിച്ചിരുന്നില്ല.
ലംഘിച്ചിരുന്നില്ല. ഇന്നും ഉത്തരേന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സന്യാസ സമൂഹം തന്നെയാണ്. അവരാണ് പറയുന്നത് പലപ്പോഴും ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണ്ട എന്നൊക്കെ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനും അവരെ പിണക്കില്ല. അങ്ങനെ ആ വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യം ഇതിനെ ധിക്കരിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായി ദശരഥൻ. ഒടുവിൽ വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുത്തു, അങ്ങേക്കറിയാമോ, ഒന്നും കാണാതെയൊന്നും വിശ്വാമിത്ര മഹർഷി വരില്ല. വിശ്വാമിത്ര മഹർഷി പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടണ്ട, രാമനൊന്നും സംഭവിക്കില്ല, രാമൻ ആരെന്ന് അങ്ങ് അറിയണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി ദശരഥ മഹാരാജാവിന് മനസ്സിന്റെ ആദി കുറച്ചു. അതിനുശേഷം രാമൻ വിശ്വാമിത്രന്റെ കൂടെ കാട്ടിലേക്ക് പോകുന്നു. രാമൻ പോകുമ്പോൾ സ്വാഭാവികമാണ് ലക്ഷ്മണനും കൂടെ ഓടും. ലക്ഷ്മണൻ അപ്പോൾ തന്നെ തയ്യാറായി ജ്യേഷ്ഠന്റെ കൂടെ കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയും രാമനും ലക്ഷ്മണനും ചേർന്ന് കാട്ടിലേക്ക് യാത്രയാകുന്നു. ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി ആയുധം കയ്യിലെടുത്തുകൊണ്ട് രാമൻ പോരാട്ടം തുടങ്ങുവാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ്. രാമന്റെ നിയോഗം നന്നേ ചെറുപ്പത്തിലായിരുന്നു. രാമനെ ധർമ്മത്തിന്റെ പ്രതീകം, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് നാം വിശേഷിപ്പിക്കുമ്പോഴും രാമൻ കൊലപാതക പരമ്പര ആരംഭിക്കുവാൻ പോകുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെയാണ്. കൂടെ അനുജനായ ലക്ഷ്മണനും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവരുടെ യാത്ര അയോധ്യ പിന്നിട്ട് പയ്യെ പയ്യെ കാട്ടിലേക്കും രാക്ഷസ സമൂഹത്തിനും ഇടയിലേക്ക് നടന്നെടുക്കുകയാണ് രാമനും വിശ്വാമിത്രനും ലക്ഷ്മണനും.